പ്രൊഡ്യൂസർ ആയിട്ടിരിക്കുന്ന അവസ്ഥയിൽ നേരിടേണ്ടി വന്നല്ല ഞാൻ വരുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്തായിരിക്കും ആസ് എ പ്രൊഡ്യൂസർ? ഒരു വൺ ഓഫ് ദ മെയിൻ ചാലഞ്ച് എന്താ? വൺ തിങ്. മെയിൽ ഈഗോ മാനേജ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പാട്. പലരും പല രീതിയിലുള്ള പല ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്ന പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന പലരുമാണല്ലോ. തീർച്ചയായിട്ടും. പിന്നെ ഇവർക്ക് എല്ലാവർക്കും എന്നെ പറ്റി ഒരു ധാരണ ഉണ്ടാവും. ഒന്നാമത് സ്ത്രീ, നേരത്തെ പ്രൊഡ്യൂസർ എന്നൊക്കെ പറയുമ്പോ അഹങ്കാരിയാ, അല്ലെങ്കിൽ ഡീൽ ചെയ്യുമ്പോ ഇച്ചിരി അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആ, ഭയങ്കര ജാടയാ. അപ്പൊ അതുകൊണ്ട് ഞാൻ അതുപോലെ ഇത് ചെയ്യണം എന്നോർത്ത് അവർ ഒരു മുഴം മുന്നേ എറിയും. അപ്പൊ ഇത് മാനേജ് ചെയ്യലൊരു ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് ഭയങ്കര സ്ട്രെയിനാ, ഭയങ്കര എഫേർട്ട് ഇടേണ്ടി വരും. പിന്നെ ഞാൻ അതാണ് ഞാൻ ഈ കൊറിയൻ ഡ്രാമയിലൊക്കെ അത് കഴിഞ്ഞ് അങ്ങ് കുറച്ച് നാളത്തേക്ക് ഞാൻ ആക്ച്വലി മൈൻഡ് ഔട്ട് ആയി പോകും. ഒരു സിനിമയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പല രീതിയിലുള്ള ആൾക്കാരല്ലേ കാണുന്നത്. ചിലരോട് വഴക്ക് പിടിക്കേണ്ടി വരും, ചിലരോട് പല രീതിയിൽ ആൾക്കാരെ ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും മാനേജ് ചെയ്യേണ്ടി വരും, പല രീതിയിൽ ട്രീറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് നമ്മളെ ചിലര് നമ്മളെ മനസ്സിലാക്കിയില്ലല്ലോ എന്നുള്ള വിഷമം നമുക്ക് വരും. ചിലര് നമ്മളെ വേറെ രീതിയിലാണല്ലോ നമ്മളെ കാണുന്നത്. അങ്ങനെയൊക്കെയുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതൊന്നുമില്ല. കാശ് കുറച്ച് കിട്ടി തന്നാ മതി. വേറെ പ്രശ്നങ്ങൾ നടന്മാരും നടിമാരും ഒക്കെ ഇച്ചിരി കാശ് കുറച്ച് തന്നാൽ അവരെന്തെങ്കിലും ഈഗോ ആയിക്കോട്ടെ, നമുക്ക് വിഷയമില്ല. അവരുടെ ഈഗോ അവർക്ക് നമുക്ക് കാശ് കുറച്ച് കുറയ്ക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മളെ ടൊവിനൊക്കെയാണ് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്തതാണല്ലേ. പിന്നെ പുട്ടും കടലയും മലയാളി തലമുറകൾ പിന്നിട്ട സ്വാദൂറും ബന്ധം ഫ്രം ഫിറ.